ഓം ശാന്തി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ സ്വയം തന്നെ കാണുന്നു. ഈ ദേഹത്തിൽ വിരാജമാനായ ഞാൻ ഒരു മസ്തകമണിയാകുന്നു. ഞാൻ വിശേഷാത്മാവാണ്. സർവശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവാണ്. ഞാൻ ആത്മാ സ്വരാജ്യ അധികാരിയാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരവും എൻ്റെ രാജ്യത്തിൽ സഹയോഗികളാണ്, സാരഥിയാണ്. ഞാൻ ആത്മാ രാജ മനസ്സിൻ്റെ അധികാരിയാണ്. ബുദ്ധിയെ എവിടെ ചേർക്കണമോ അവിടെ ചേർക്കുന്നു. സർവ കഴിഞ്ഞതും വർത്തമാനത്തിൻ്റെയും സംസ്കാരം എൻ്റെ വശത്തിലാണ്. എൻ്റെ സംസ്കാരങ്ങളുടെ മേലെ സമ്പൂർണ്ണ അധികാരമാണ്. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. ഏത് ശക്തിയെ ഓർഡർ ചെയ്യുന്നുവോ ആ ശക്തി വിധിപൂർവം കാര്യം ചെയ്യുന്നു. മനസ്സ് സദാ മന്മനാഭവയാക്കുന്നു. ബുദ്ധിയോഗം നിരന്തരം ഒരു ബാബയോട് വയ്ക്കുന്നു. കർമ്മേന്ദ്രിയങ്ങൾ എൻ്റെ ഓർഡർ അനുസരിക്കുന്നു. ഈ സംഗമയുഗത്തിൽ സ്വരാജ്യ അധികാരിയുടെ സംസ്കാരം സ്വന്തമാക്കി ഞാൻ ഭവിഷ്യ വിശ്വരാജ്യ അധികാരിയാകുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ പുരുഷാർത്ഥം യാഥാർത്ഥ്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിർവിഘ്ന രാജ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇന്ന് ബാപ്പ് ദാദ എന്നെ 3 സിംഹാസനങ്ങളുടെയും അധികാരിയായി കാണുന്നു. 1 സ്വരാജ്യ സിംഹാസനം, 2ാമത്തേത് ബാപ്പ് ദാദയുടെ ഹൃദയ സിംഹാസനം, 3ാമത്തേത് ഭാവിയുടെ സിംഹാസനം. എൻ്റെ വർത്തമാന പുരുഷാർത്ഥം ഭാവി രാജ്യ അധികാരം കൊണ്ടുവരുന്നു. എൻ്റെ പ്രത്യേക ധാരണ സമ്പൂർണ്ണ പവിത്രതയാണ്. എൻ്റെ രാജ്യത്തിൽ എപ്പോഴും സുഖവും ശാന്തിയുമുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. ഏതെങ്കിലും തടസ്സമോ കൊടുങ്കാറ്റോ വന്നാൽ അവ സമ്മാനമായി മാറുന്നു. എൻ്റെ മനസ്സിൽ ചിന്തയില്ല, പ്രഭു ചിന്ത മാത്രം. ബാബ ചെയ്യിപ്പിക്കുന്നു, ഞാൻ നിമിത്തമാണ്. ഈ സമയത്ത് ഞാൻ സ്വയം സമ്പന്നവും സമ്പൂർണവുമാകുന്നതിൽ ശ്രദ്ധിക്കുന്നു. ബാപ്പ് ദാദ നൽകിയിരിക്കുന്ന ഓരോ ഖജനാവുകളും ഞാൻ സമയത്തിന് ഉപയോഗിക്കുന്നു. സന്തോഷത്തിൻ്റെ ഖജനാവ് മുഖത്തും പെരുമാറ്റത്തിലും ദൃശ്യമായിരിക്കുന്നു. അവിനാശിയായ പിതാവിൻ്റെ ദാനം അവിനാശിയായി സൂക്ഷിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയായി
സ്വരാജ്യത്തിന്റെ ഫലം പരിശോധിച്ച് മാറ്റം കൊണ്ടുവരുന്നു. ബാപ്പ് ദാദ ഇന്ന് ഒരു വരദാനം നൽകുന്നു. സദാ പറന്നുകൊണ്ടിരിക്കൂ, മറ്റുള്ളവരെ പറക്കാൻ സഹായിക്കൂ. ഞാൻ ബാപ്പ് ദാദ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സംഘടനയിൽ സഹയോഗത്തിന്റെ ശക്തിയിലൂടെ വിജയിയാക്കുന്ന സർവരുടെയും ശുഭചിന്തകരാകുന്നു. ഏത് കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നാലും നേരിടുകയും വിജയിയാവുകയും ചെയ്യും എന്ന ദൃഢസങ്കല്പം ചെയ്യുന്നു. ഏതെങ്കിലും ആഗ്രഹം നല്ലതാകാൻ അനുവദിക്കില്ല. അതിനാൽ ഇച്ഛ മാത്രം അവിദ്യയാകുന്നു. ഓം ശാന്തി.